ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ബൈക്കിന്റെ ശബ്ദം രാജുവാൻ തോന്നുന്നു. അതെ, അത് രാജു തന്നെ. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും തെറ്റിദ്ധരിച്ചു പോകും. അമ്മാതിരി ചെയ്തല്ലേ ചെയ്തിരിക്കുന്നേ. ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ആ സമയത്ത് പ്രിയ ശ്രീമോളുടെ അടുത്ത് പോയല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മേ, നമുക്ക് പ്രിയ ചേച്ചി തിരിച്ചു വിളിച്ചാലോ? അത് വേണ്ട മോനെ. ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് ഹരീഷിന് തിരക്ക് കൂടുതലാ. അതാ പ്രിയ അവിടെ ചെന്ന് നിൽക്കുന്നേ. അവളെ തിരിച്ചു വിളിച്ച ശ്രീമോൾ ഒറ്റയ്ക്കാം. ഈ സമയത്ത് ശ്രീമോളുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അല്ല, ആ ജയൻ അമ്പിയയുടെ പി അല്ലേ? ആ സ്ത്രീ പറഞ്ഞിട്ട് ഇനി അവനെങ്ങാനും ചെയ്ത ചതിയാണോ? ഏയ്, ഇപ്പോഴത്തെ സിറ്റുവേഷനില് അളിയൻ എന്നോട് അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല. അങ്ങനെ തീർത്തങ്ങ് വിശ്വസിക്കേണ്ട. എന്തായാലും മോൻ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഏയ്, എനിക്കൊരു മൂടില്ലമ്മേ. അമ്മ എന്നെ വിളിച്ചു നോക്ക്. റമ്മിനകത്ത് മായോ? കുടിച്ച ഉടനെ കൂടെ കൊണ്ട് തലക്കടിച്ച പോലെ തോന്നണ്ടേ? മൊത്തത്തെ ഒരു മങ്ങലി. ദൈവമേ, നിലാവിലും മായോ? ഇവിടെ വേണം ഇരിക്കാം. കെട്ടിറങ്ങിയിട്ട് രണ്ടെണ്ണം വീശാം. ആർക്കാണ് ഇത്ര അത്യാവശ്യം? യോ, അമ്മായിയമ്മയാണല്ലോ. അമ്മയായിരുന്നെങ്കിൽ ഈ മൂഡിൽ 2 ചീത്ത വിളിക്കായിരുന്നു. ഇതിപ്പോ നല്ലവളായ എന്റെ അമ്മായിയമ്മയല്ലേ, എടുത്തേക്കാം. ഹലോ മൈ ഡിയർ ഗ്രാൻഡ് മദർ, സോറി, ഹൗ ആർ യു? ഇപ്പൊ വടി കൊടുത്ത് അടി വാങ്ങേണ്ടി വരും. മുടിഞ്ഞ കള്ള. അമ്മ വേഗം വെക്ക്. അയാൾ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ വെറുതെ വിഷമിക്കേണ്ടി വരും. വെച്ചേ. ഹലോ, എന്താ മദറിലെ ഒന്നും മിണ്ടാത്ത? എന്തിനാ വിളിച്ചേ? ഹലോ ഹലോ. നീ എവിടെയാ? ഞാനിപ്പം എവിടെയാണെന്ന് ചോദിച്ചാ, തലയ്ക്കും മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ് ചെയ്യും വേഴാമ്പൽ നീ, ദാഹജലം അവണ് തരുമോ? ആ ദാഹജലം തരുമോ? എന്താമ്മേ അവൻ പാടുക ദാഹജലം തരുവോന്ന്. എടാ, ദാഹജലം വേണ്ടുവോളം ഉണ്ടല്ലോടാ നിന്റെ വയറ്റില്. കുറെ കൂടെ വാങ്ങിച്ച് മാട്ട്. നാശം പിടിച്ചവൻ. തെങ്ങിന്റെ വേണ്ട കള്ളൊന്നും ഇല്ല ഇപ്പൊ. മനുഷ്യന് ഇവിടുന്ന് തീ തിന്ന, അതിനിടയ്ക്ക് മറ്റൊരു ദാഹജലം. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. മോൻ വേഗം ചെന്ന് ഋതുമോളെ കാണുക. വർമ്മസാറും മറ്റുള്ളവരും അറിയുന്നതിന് മുമ്പ് ഈ സത്യം മോളെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. അതാ അതിന്റെ ശരിയായ മാർഗം. അപ്പോ പോകാല്ലേ? പോണം, പോയേ പറ്റൂ. ചെല്ല്. ദൈവമേ, ഈ കുഞ്ഞുങ്ങളുടെ സങ്കടത്തിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണേ. അല്ല, ഇന്ന് വരുന്നില്ലേ? അതെവിടെ നിൽക്കുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ മോളിവിടെ നിന്നോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് രാജുവിനെ പറഞ്ഞു വിടാം. എന്നാ ഇറങ്ങട്ടെ സാറേ. അതെന്ത് പോക്കാ വേണോട്ടാ? നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് പോവാം.
അത് പറ്റില്ല വർമ്മ സാറേ. വീട്ടില് കൊച്ചമ്മണി സഹിതം മെമ്പേഴ്സ് കൂടുതലാ. എന്നെ കാത്തിരിക്കും ആഹാരം കഴിക്കാൻ. കലാമണ്ഡലം കൊച്ചമണി ഇപ്പോഴും ഉണ്ടല്ലേ? പോരെ പൂരം. ഏതു നേരവും ഒരുമാതിരി ബഹളം അവിടെ. ആ, ഇന്ന് കണ്ടില്ല, പുറത്തെവിടെ പോയിരിക്കുക. ആ ബൈക്കിന്റെ ശബ്ദം രാജുവാൻ തോന്നുന്നു. അതെ, അത് രാജു തന്നെ. ആ, എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്ക്. നാളെ അങ്ങോട്ട് വന്നാൽ മതി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ. അപ്പൊ വേണിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? അത്താഴത്തിന് മുമ്പ് എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത്താഴം കഴിഞ്ഞുകൊണ്ട്. ആ ശരി സാറേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വേണൂട്ട് എങ്ങനെയാ പോകുന്നത്? ഞാൻ കാറിലാക്കാം. ഏയ് വേണ്ട സാറേ, ഞാൻ പൊക്കോളാം. മുണ്ടയ്ക്കലമ്മ അവിടെ ഇല്ലെന്ന് പറയുന്നു. അവരെവിടെ പോയി? ദൈവമേ, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീഴുവോ? ഞാനിവിടെ കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഉള്ള കീടങ്ങളൊക്കെ എൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. അയ്യോ, വലിയ ലോഹ്യത്തിലായി ഇവറ്റകളുടെ വരവ്. കൊതുകുണ്ട്, ഉറുമ്പുണ്ട്, ചെള്ളുണ്ട്, പാറ്റ, പഴുതാര, ചൊറിയുന്നല്ലോ എൻ്റെ ദൈവമേ. തേൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ടൂറ് പോയിരിക്കായിരിക്കും. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ. ആ, എൻ്റെ ബോസ് പാൽക്കാരി അമ്പികയെ വിളിച്ചു കളയാം. അമ്മണിയമ്മയാണല്ലോ.